ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് ചിലപ്പോൾ നമ്മുടെ സമ്മതത്തോടു കൂടി ആയിരിക്കില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വാശിപ്പുറത്തായിരിക്കും. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടായിരിക്കും, അല്ലേ? ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആവാൻ തീരെ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷൻസിൽ കടന്ന് കളിക്കുന്ന സമയത്ത് ട്രൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ആ ഒരു ബ്രേക്കപ്പ് ഇല്ലാതാക്കാൻ ഇത് വളരെയധികം സഹായിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ, നിങ്ങളുടെ തോന്നലുകൾ എന്താണോ, അതൊക്കെ വളരെ വ്യക്തമായിട്ട് അവരോട് സത്യസന്ധമായി സംസാരിക്കുക. മേ ബി ചിലപ്പോൾ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനും സാധിച്ചാലോ ഒരു തവണ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓക്കെ എന്നാൽ നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നുള്ള സമ്മതം കൊടുക്കാതെ, ചിലപ്പോൾ നിങ്ങളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വളരെ ഇമോഷണലായിട്ട് അല്ലെങ്കിൽ വാശിയോട് കൂടി ദേഷ്യത്തോടു കൂടിയൊക്കെ പറയുന്ന സമയത്ത് ആഹാ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലേ എന്നാ വേണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ചിലപ്പോൾ ഡിവോഴ്സിൽ വരെ എത്തി നിൽക്കും, അല്ലെങ്കിൽ ബ്രേക്കപ്പിൽ എത്തി നിൽക്കും. അപ്പോൾ അതിന് പകരം നിങ്ങൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അഥവാ ഒരു ബ്രേക്കപ്പ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ തമ്മിൽ ഒരു ടൈം എടുക്കുക. ഒരു മാസമോ ഒരു ആഴ്ചയോ 2 ആഴ്ചയോ, അതിനുശേഷം കുറച്ചൊക്കെ തിങ്ക് ചെയ്തിട്ട് ഒരു തീരുമാനത്തിൽ എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും. മേ ബി ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു പിരിയൽ സംഭവിക്കത്തേ ഇല്ല, ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ഒരാളെ വേണ്ട എന്ന് വെക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാക്സിമം നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് തിങ്ക് ചെയ്യുക. ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലോട്ട് കൊണ്ടുപോകേണ്ട യാതൊരു സാധ്യത അവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കാം. അപ്പോൾ അത് ചിന്തിക്കുക. ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് ഒരു പ്രശ്നമായി എടുക്കാതെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രമിക്കുക. അത് ഓപ്പണായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ടും പോസിബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തീരുമാനമെടുക്കാതെ, ഇപ്പോൾ നിങ്ങൾക്കൊരിക്കലും അത് ബ്രേക്കപ്പ് ആവാൻ ഒരു സമ്മതമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആളെ സമീപിക്കുക എന്നുള്ളതാണ്. ഒരു തേർഡ് പേഴ്സണെ, സൈക്കോളജിസ്റ്റ് ആവാം, കൗൺസിലർ ആവാം, അങ്ങനെ അത്തരത്തിലുള്ള ഒരു നീങ്ങുക. എന്നിട്ട് അവിടെ വെച്ച് ഓപ്പണായിട്ട് രണ്ടുപേരും കൂടി സംസാരിച്ച്, അപ്പോൾ അവർ ഒരു ക്ലാരിഫിക്കേഷൻ തരും. എന്താണ് നല്ലത്, നിങ്ങൾ ഒന്നിച്ചു പോകുന്നതാണോ അതോ ബ്രേക്കപ്പായി രണ്ടുപേരുടെ വഴിക്ക് പോകുന്നതാണോ നല്ലത് എന്നുള്ളതൊക്കെ ഒരു അറിവുള്ള തേർഡ് പേഴ്സൻ്റെ ആ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് നേടുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളിലൂടെയോ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.